ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഒരു കാലത്ത് കല്ലും മണ്ണും പൂഴിയും നമ്മുടെ നാട്ടിൽ സുലഭമായിരുന്നു. ഒരു വീടെന്ന ഏതൊരാളുടെയും സ്വപ്നം നിറവേറാൻ ഇവയൊക്കെ ഉപയോഗപ്പെടുത്താനും എളുപ്പമായിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറി. സ്വന്തം ഭൂമിയിൽ സ്വാതന്ത്ര്യം കാണിക്കുന്നതിന് മറ്റുള്ളവരുടെ അനുവാദം വേണമെന്ന സ്ഥിതി. പരിസ്ഥിതിയും ഭൂമിയുമെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെ. എന്നാൽ എല്ലാറ്റിലുമുപരി പൊതുജനങ്ങളുടെയും സാധാരണക്കാരുടെയും അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണം. പ്രധാന വാർത്തകളിലേക്ക്. മാലിന്യ സംസ്കരണ പദ്ധതികളെ ജനം സംശയത്തോടെ വീക്ഷിക്കുന്നുവെന്ന് പഞ്ചായത്ത് സാമൂഹ്യനീതി മന്ത്രി M.K. മുനീർ. ഇതുകാരണം പരീക്ഷണങ്ങൾ പോലും സാധ്യമാകുന്നില്ലെന്നും മന്ത്രി. ഖനന മേഖലകളിൽ ചെറുകിടക്കാരെ തുരത്തി വൻ ഖനന ലോബിയെ സംരക്ഷിക്കാനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നതെന്ന് മലബാർ മേഖല ചെറുകിട കരിങ്കൽ ക്വാറി ക്രഷർ കോർഡിനേഷൻ കമ്മിറ്റി. വികസന നേട്ടങ്ങൾ വിശദീകരിച്ച് കോഴിക്കോട് മണ്ഡലത്തിൽ M.K. രാഘവൻ MP-യുടെ വികസന സന്ദേശയാത്ര. വാർത്തകൾ വിശദമായി. മാലിന്യ സംസ്കരണം പ്രായോഗികവും ഫലപ്രദവുമായി നടത്താൻ കഴിയാത്ത പശ്ചാത്തലത്തിൽ ഈ രംഗത്തെ പരീക്ഷണങ്ങളെ ജനം സംശയത്തോടെ വീക്ഷിക്കുന്ന സ്ഥിതിയാണെന്ന് സാമൂഹ്യക്ഷേമ മന്ത്രി ഡോക്ടർ M.K. മുനീർ. ജനങ്ങളുടെ എതിർപ്പ് കാരണം ഈ മേഖലയിലെ എളിയ ശ്രമങ്ങൾ പോലും ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. മാലിന്യ സംസ്കരണത്തിന് ഫലപ്രദമായ രീതികൾ ഇനിയും ആവിഷ്കരിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് മന്ത്രി M.K. മുനീർ പറഞ്ഞു. ഇതു സംബന്ധിച്ച് പരീക്ഷണങ്ങൾ പലതും നടന്നെങ്കിലും ഒന്നും വേണ്ടത്ര പ്രായോഗികമായില്ല. ഇതുകാരണം പരീക്ഷണങ്ങളെ ജനങ്ങൾ സംശയത്തോടെ വീക്ഷിക്കുന്ന സ്ഥിതിയായി. ഈ രംഗത്തെ എളിയ പരീക്ഷണങ്ങൾ പോലും ജനങ്ങൾ എതിർക്കുന്നു. ഇതുകാരണം പല പരീക്ഷണങ്ങളും ഉപേക്ഷിക്കേണ്ട സ്ഥിതിയാണെന്നും മന്ത്രി പറഞ്ഞു. മലിനീകരണ നിയന്ത്രണ ബോർഡ് സംഘടിപ്പിച്ച ഖരമാലിന്യ സംസ്കരണം സംബന്ധിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മുനീർ. ഇപ്പോൾ ഒരു ഭാഗത്ത് മാലിന്യം വീണ്ടും കുന്നുകൂടുമ്പോൾ അതിനെക്കുറിച്ചൊരു സംവിധാനത്തെക്കുറിച്ച് പോലും ആലോചിക്കാൻ പറ്റാത്ത അവസ്ഥ നിലനിൽക്കുമ്പോൾ മറുഭാഗത്ത് അതിനുവേണ്ടിയുള്ള എളിയ ശ്രമങ്ങൾ പോലും എതിർക്കപ്പെടുന്നു എന്നുള്ളതും കേരളത്തിന്റെ ഒരു വലിയ പ്രതിസന്ധിയാണ്. ഞെളിയൻപറമ്പിലെ ഖരമാലിന്യ സംസ്കരണം സംബന്ധിച്ച് പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ MP ചന്ദ്രശേഖരനും ജൈവമാലിന്യ സംസ്കരണം സംബന്ധിച്ച് PV നാസറും സംസാരിച്ചു. പ്രദീപ് കുമാർ MLA, ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ പ്രോജക്ട് കോർഡിനേറ്റർ മോഹൻകുമാർ, ശുചിത്വ മിഷൻ ഡയറക്ടർ ദിലീപ് കുമാർ, P. വിജയദേവി, K. സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വികസന സന്ദേശയാത്രയുമായി M.K. രാഘവൻ MP. UDF നേതൃത്വത്തിൽ നടക്കുന്ന സന്ദേശയാത്ര ഞായറാഴ്ച കൂരാച്ചുണ്ടിൽ നിന്നും ആരംഭിക്കും. KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല യാത്ര ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ 5 വർഷത്തിനിടെ മുൻപൊന്നുമില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞതെന്ന് M.K. രാഘവൻ MP പറഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്താനും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് മെഡിക്കൽ സയൻസസിന് മികവിന്റെ കേന്ദ്ര പദവി നേടിക്കൊടുക്കാനും കഴിഞ്ഞു. ചാലിയത്ത് നാവികസേനയുടെ കപ്പൽ നിർമ്മാണശാലയുടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. കോഴിക്കോടിന്റെ വികസന സാധ്യതകളെ തൊട്ടറിയുന്ന മോണോറയിൽ എരഞ്ഞിപ്പാലത്ത് ESI സബ് റീജിയണൽ ഓഫീസ്, 19 വർഷമായി പൂട്ടിക്കിടന്ന കുന്നത്തറ ടെക്സ്റ്റൈൽസ് ഏറ്റെടുക്കൽ, സ്റ്റീൽ കോംപ്ലക്സിനുള്ള ധനസഹായം, കോഴിക്കോട്ട് ഫുട്വെയർ ഡിസൈനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, മെഡിക്കൽ കോളേജിന് 150 കോടിയുടെ സഹായം, വികലാംഗക്ഷേമ പുനരധിവാസ പദ്ധതി തുടങ്ങിയവ സുപ്രധാന നേട്ടങ്ങളായിരുന്നെന്ന് M.K. രാഘവൻ MP ഓർമ്മിച്ചു. കോഴിക്കോട് ബൈപ്പാസിന്റെ പൂളാടിക്കുന്ന് മുതൽ വെങ്ങാലി വരെയുള്ള അവസാന ഘട്ടം പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ മേൽനോട്ടത്തിൽ നടത്താൻ അനുമതിയായതായും ഇതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ദിവസങ്ങൾക്കകം നടക്കുമെന്നും MP അറിയിച്ചു. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ചെറുതും വലുതുമായിട്ടുള്ള ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായും ജനങ്ങൾ അറിയിക്കാൻ UDF കമ്മിറ്റി തീരുമാനമെടുത്തു. 19 വൈകുന്നേരം ആരംഭിക്കുന്ന സന്ദേശയാത്ര വിവിധ കേന്ദ്രങ്ങളിൽ 2 ആഴ്ചത്തെ പര്യടനം പൂർത്തിയാക്കി ഫെബ്രുവരി 2 മുതലക്കുളത്ത് സമാപിക്കും.
ഖനന മേഖല കൈയടക്കാൻ ശ്രമിക്കുന്ന വൻകിട ഖനന ലോബികളുടെ ആസൂത്രിത നീക്കങ്ങളെ ചെറുക്കണമെന്ന് മലബാർ മേഖല ചെറുകിട കരിങ്കൽ ക്വാറി ക്രഷർ കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ചെറുകിട ക്വാറികളെ പൂട്ടിക്കാനുള്ള നീക്കമാണ് വൻ കമ്പനികൾ നടത്തുന്നതെന്നും അവർ ആരോപിച്ചു. 1957 MMDR ആക്ടും 1960 മിനറൽ കൺസഷൻ റൂളും അനുസരിച്ച് മൈനർ മിനറലുകളുടെ ഖനനം സംബന്ധിച്ച പൂർണ്ണ അധികാരം സംസ്ഥാനങ്ങൾക്കാണ്. അതനുസരിച്ചാണ് കേരളത്തിൽ ഖനനാനുമതി നൽകി വരുന്നത്. ചെറിയ തോതിലുള്ള ഖനനങ്ങൾക്ക് 1 വർഷത്തേക്കുള്ള ഷോർട്ട് ടേം പെർമിറ്റാണ് നൽകുന്നത്. കേരളത്തിലെ 90% ക്വാറികളും സ്വകാര്യ ഭൂമികളിൽ ഷോർട്ട് ടേം പെർമിറ്റ് എടുത്ത് പ്രവർത്തിക്കുന്നവയാണ്. കേരളത്തിലെ നിയമമനുസരിച്ച് വൻ ഖനനത്തിനുള്ള അനുമതി നൽകാറില്ല. എന്നാൽ അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന നിർമ്മാണ മേഖലയെ മുന്നിൽ കണ്ട് പല വൻകിട കമ്പനികളും വൻതോതിൽ ഭൂമി വാങ്ങിക്കൂട്ടി വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ച് നിയമവിരുദ്ധമായി ഖനനം നടത്തുകയാണ്. ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ചെറുക്വാറികൾ പൂട്ടിക്കാനുള്ള നീക്കവും വൻ ഖനന ലോബികൾ നടത്തുകയാണെന്ന് മലബാർ മേഖല ചെറുകിട കരിങ്കൽ ക്വാറി ക്രഷർ കോർഡിനേഷൻ കമ്മിറ്റി പറഞ്ഞു. ചുരുക്കം ചിലർക്ക് ഈ മേഖലയുടെ കുത്തകാവകാശം പതിച്ചു നൽകിയാൽ ഉൽപ്പന്നങ്ങളുടെ വില 5 മുതൽ 10 ഇരട്ടി വരെ വർദ്ധിക്കുമെന്നും കരിങ്കല്ലും മെറ്റലും കിട്ടാക്കനിയാവുന്ന അവസ്ഥ ഉണ്ടാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാക്കാതെ പ്രവർത്തിക്കുന്ന സാധാരണക്കാരുടെ അത്താണിയായ ചെറുകിട കരിങ്കൽ ക്വാറികളെ സംരക്ഷിക്കണമെന്നും വൻ ഖനന മാഫിയകളുടെ ആസൂത്രിത നീക്കത്തെ ചെറുക്കണമെന്നും അവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കോഴിക്കോട് മേഖലയിലെ നാളികേര ഉത്പാദകർക്കും സംഘടനകൾക്കുമായി കമ്പനി രൂപീകരിച്ചു. കമ്പനിയുടെ പ്രഖ്യാപനം കോഴിക്കോട് ജയ ഓഡിറ്റോറിയത്തിൽ മന്ത്രി MK മുനീർ നിർവഹിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് നാളികേരോത്സവവും സംഘടിപ്പിച്ചു. കോഴിക്കോട് മേഖലയിലെ നാളികേര ഉൽപാദക സംഘങ്ങൾ ചേർന്ന് നാളികേര ഉൽപാദക ഫെഡറേഷനുകൾ നേരത്തെ രൂപീകരിച്ചിരുന്നു. ഈ ഫെഡറേഷനുകൾ ചേർന്നാണ് ഇപ്പോൾ കമ്പനി രൂപീകരിച്ചിരിക്കുന്നത്. കുന്നമംഗലം ആസ്ഥാനമായാണ് കോഴിക്കോട് കോക്കനട്ട് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി എന്ന പേരിൽ കമ്പനി രൂപീകരിച്ചിരിക്കുന്നത്. കമ്പനിയുടെ പ്രഖ്യാപനം ജയ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ MK മുനീർ നിർവഹിച്ചു. കേര കർഷകരെ സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി പറഞ്ഞു. കേര കർഷകരുടെ കാര്യത്തിൽ കേരള സർക്കാർ അങ്ങേയറ്റം പ്രതിജ്ഞാബദ്ധമാണ്. അതിന് കേര കർഷകരുടെ ഭദ്രതയ്ക്ക് വേണ്ടി ധാരാളം നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ചടങ്ങിനോടനുബന്ധിച്ച് നാളികേരോത്സവവും സംഘടിപ്പിച്ചു. കമ്പനി ചെയർമാൻ P. പ്രദീപ് കുമാർ അധ്യക്ഷനായിരുന്നു. ഡയറക്ടർ തിരുവലത്ത് ചന്ദ്രൻ, മനയത്ത് ചന്ദ്രൻ, കൃഷി ഓഫീസർ K. മോഹനൻ, പ്രേംനാഥ് രവീന്ദ്രനാഥ്, K. സെബാസ്റ്റ്യൻ, K. മൃദുല, V. കബീർ, മന്നത്ത് ബാബു, NV ബാലൻ എന്നിവർ സംസാരിച്ചു. ഡീസലിന്റെ വില നിയന്ത്രണാധികാരം എണ്ണ കമ്പനികൾക്ക് വിട്ടുകൊടുത്ത കേന്ദ്ര സർക്കാർ നടപടി സ്വകാര്യ ബസ് മേഖലയെ തകർക്കുമെന്ന് കോഴിക്കോട് ഡിസ്ട്രിക്ട് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ബസ് ചാർജ് വർധനവ് കൊണ്ട് മാത്രം ബസ് ഉടമകളുടെ പ്രതിസന്ധികൾ അവസാനിക്കില്ലെന്നും ബസ് വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് വ്യവസായം ഇന്ന് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ്. യാത്രക്കാരുടെ വൻതോതിലുണ്ടായ കുറവ് ബസ് ചാർജ് വർധനയിലൂടെ മാത്രം വ്യവസായത്തെ സംരക്ഷിച്ചു നിർത്താമെന്ന പ്രതീക്ഷയെ തകിടം മറിച്ചുവെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പറഞ്ഞു. കേന്ദ്ര സർക്കാർ ഡീസൽ വില നിയന്ത്രണാധികാരം എണ്ണ കമ്പനികൾക്ക് വിട്ടുകൊടുത്തത് വ്യവസായത്തിന് ഇരുട്ടടിയായി. നാൾക്കുനാൾ വർദ്ധിക്കുന്ന ഡീസൽ വിലയും മറ്റ് സ്പെയർ പാർട്സുകളുടെയും വില വർധനവും ജീവനക്കാരുടെ വേതന വർധനവും ബസ് ഉടമകളുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി. തേർഡ് പാർട്ടി ഇൻഷുറൻസിൽ വരുത്തിയ വൻ വർധനവും തിരിച്ചടിയായി. വ്യവസായത്തെ സുഗമമായി നടത്തിക്കൊണ്ടുപോകാനായി ബസ് ചാർജ് വർദ്ധിപ്പിക്കുക, പൊതുഗതാഗതത്തിനാവശ്യമായ ഡീസലിന് സെൽ ടാക്സ് ഒഴിവാക്കുക, റോഡ് ടാക്സ് 50% കുറയ്ക്കുക, കൺസെഷൻ നൽകുന്നതിലുള്ള നഷ്ടം പരിഹരിക്കാനായി സബ്സിഡി നൽകുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് ബസ് ഉടമകൾ ജനുവരി 21 നിയമസഭാ മാർച്ച് നടത്തും. ബസ് ഉടമകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം ജനുവരി 23 അനിശ്ചിതകാല ബസ് സമരം പ്രഖ്യാപിക്കുമെന്നും ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. വാർത്തകളിൽ ഇടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായിക്കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദ വിവരങ്ങൾക്ക് വിളിക്കുക 04912576 ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ.
ചേച്ചി റെഡി? എങ്ങനെ നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂളറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ. ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂളല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mind Diamonds from Malabar Golden Diamonds. ജെമിനി സർക്കസ് കോഴിക്കോട് മിനി ബൈപ്പാസ് സപ്തഗിരിയിൽ ദിവസേന 3 പ്രദർശനങ്ങൾ. ഉച്ചക്ക് 1 മണിക്ക്, വൈകുന്നേരം 4 മണിക്ക്, രാത്രി 7 മണിക്ക്. അഭ്യാസ പ്രകടനങ്ങളുടെ പുതുമ കൊണ്ടും അവതരണ രീതിയുടെ മികവ് കൊണ്ടും ഇന്ത്യയിലെ നമ്പർ 1 സർക്കസ് ജെമിനി സർക്കസ്. ആഫ്രിക്കൻ, റഷ്യൻ കലാകാരന്മാരുടെ അതിസാഹസിക പ്രകടനങ്ങളുമായി ജെമിനി സർക്കസ് കോഴിക്കോട് മിനി ബൈപ്പാസ് സപ്തഗിരിയിൽ. വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളുമായി ജെമിനി സർക്കസ്. വാർത്തകൾ തുടരുന്നു. പാചകവാതകത്തിന് ബാങ്ക് വഴി സബ്സിഡി ലഭിക്കുമെന്ന് പറയുന്നത് ഏറ്റവും വലിയ തട്ടിപ്പാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ. പാചകവാതക വില വർധനവിലും ആധാർ നിർബന്ധമാക്കുന്നതിലും പ്രതിഷേധിച്ച് മാനാഞ്ചിറയിലെ സമരപ്പന്തലിൽ CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ നടത്തുന്ന നിരാഹാര സമരത്തിന് അഭിവാദ്യം അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമരം ശനിയാഴ്ച സമാപിച്ചു. പാചകവാതക വില കുറയ്ക്കാൻ കേന്ദ്രം തയ്യാറാകുന്നില്ലെങ്കിൽ സബ്സിഡി നൽകി ജനങ്ങൾക്ക് ആശ്വാസമേകാൻ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വരണമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ജനകീയ സമരങ്ങളെ കണ്ടില്ലെന്ന് നടിച്ചാൽ സർക്കാർ നാളെ അതിന് വലിയ വില നൽകേണ്ടി വരും. ഇത്തരം സമരങ്ങളിൽ നിന്നും CPM പിറകോട്ട് പോകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാചകവാതക വില വർധനയ്ക്കെതിരെ CPM നടത്തുന്ന നിരാഹാര സമരത്തിൽ കോഴിക്കോട് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഈ 12 കോടി ഉപഭോക്താക്കളിൽ 2,30,00,000 ആളുകളുടെ മാത്രമാണ് ആധാർ കാർഡും ബാങ്കുമായി ബന്ധിപ്പിച്ചിട്ടുള്ളത്. ഇതുപ്രകാരം 2,30,00,000 ആളുകൾക്ക് മാത്രമേ ഇതിനകം ആധാർ ബാങ്കുമായി ബന്ധിപ്പിച്ചിട്ടുള്ളൂ എന്നതുകൊണ്ട് അവർക്ക് മാത്രമേ ഇപ്പൊ സബ്സിഡി കൊടുക്കേണ്ടെന്ന കാര്യം ഗവൺമെന്റിനുള്ളൂ. എന്നാൽ ആധാർ ബാങ്കുമായി ബന്ധിപ്പിച്ച് നടപടികൾ പൂർത്തീകരിച്ചിട്ടുള്ള ഇന്ത്യയിലെ 52 ജില്ലകളിൽ 2 ജില്ല കേരളത്തിലുള്ള പത്തനംതിട്ടയും വയനാട് ജില്ലയുമാണ്. ഈ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന വാർത്ത അത് സംബന്ധിച്ചുള്ള എല്ലാ തെളിവുകളും ഇന്നലെ ലഭിക്കുകയുണ്ടായി. 13 കോടി രൂപയാണ് ഉപഭോക്താക്കൾ കൊടുക്കേണ്ടുന്ന സബ്സിഡി തുക എണ്ണ കമ്പനിക്കാർ ഇതുവരെ കൊടുക്കാതെ തടഞ്ഞു വെച്ചിട്ടുള്ളത്. 13 കോടി രൂപ. 47,000 ഉപഭോക്താക്കൾക്ക് ഈ ആധാറിനെ ബാങ്കുമായി ബന്ധിച്ചവർക്ക് തന്നെ 47,000 ഉപഭോക്താക്കൾക്ക് പത്തനംതിട്ട ജില്ലയിൽ ഇതുവരെ സബ്സിഡി കിട്ടിയിട്ടില്ല. സിലിണ്ടറിന് വർദ്ധിപ്പിച്ച തുകയിൽ 100 രൂപ വീതം കോൺഗ്രസിനാണ് ലഭിക്കുന്നതെന്ന് കോടിയേരി ആരോപിച്ചു. കോർപ്പറേറ്റുകൾ വില നിയന്ത്രണം നിർവഹിക്കുമ്പോൾ കയ്യും കെട്ടി നിൽക്കുകയാണ് സർക്കാർ എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. PT റഹീം MLA, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം TP കുഞ്ഞിക്കണ്ണൻ, CPM ജില്ലാ കമ്മിറ്റി അംഗം KT കുഞ്ഞിക്കണ്ണൻ, സോഷ്യലിസ്റ്റ് ജനതാ കൃഷ്ണൻകുട്ടി വിഭാഗം നേതാവ് EP ദാമോദരൻ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് K ഹസൻകോയ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. നിതാഖത്ത് മൂലം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മടങ്ങിവരുന്ന പ്രവാസികളുടെ പുനരധിവാസം നടപ്പിലാക്കണമെന്നതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രവാസി കൗൺസിൽ കേരളയുടെ ആഭിമുഖ്യത്തിൽ എയർ ഇന്ത്യ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. പ്രവാസി കൗൺസിൽ കേരള സംസ്ഥാന ചെയർമാൻ PA ഹംസ ഉദ്ഘാടനം ചെയ്തു. എയർ ഇന്ത്യ എക്സ്പ്രസ് സലാലയിൽ നിന്ന് കേരളത്തിലേക്കുള്ള സർവീസുകൾ ഏകപക്ഷീയമായി നിർത്തിവച്ചതിൽ പ്രതിഷേധിച്ച് പ്രവാസി കൗൺസിൽ കേരളയുടെ ആഭിമുഖ്യത്തിൽ എയർ ഇന്ത്യ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സർവീസിലെ കൃത്യനിഷ്ഠയ്ക്ക് ഒമാൻ എയർപോർട്ട് അതോറിറ്റിയുടെ പുരസ്കാരം നേടിയ എയർ ഇന്ത്യ എക്സ്പ്രസ് നടപടി ആയിരക്കണക്കിന് സാധാരണക്കാരായ മലയാളി പ്രവാസികളോടുള്ള വെല്ലുവിളിയാണെന്ന് സംഘടന ചൂണ്ടിക്കാട്ടി. പ്രവാസി വോട്ടവകാശം അടിയന്തരമായി നടപ്പിലാക്കുക, നിതാഖത്ത് നിയമത്തിന്റെ പേരിൽ തിരിച്ചെത്തിയവരുടെ പുനരധിവാസം കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഇവർ ഉന്നയിച്ചു. പ്രവാസി കൗൺസിൽ സലാലയുടെ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ കൊടുങ്ങല്ലൂരിന്റെ അധ്യക്ഷതയിൽ പ്രവാസി കൗൺസിൽ കേരള ചെയർമാൻ PA ഹംസ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ K മൊയ്തു, മഞ്ഞക്കുളം നാരായണൻ, M രാജൻ, MP സൂര്യനാരായണൻ, TM വേലായുധൻ, കട്ടയാട്ട് വേണുഗോപാൽ, ആറ്റക്കോയ പള്ളിക്കണ്ടി, PK കബീർ സലാല, സക്കീർ തലശ്ശേരി എന്നിവർ സംസാരിച്ചു. വർത്തമാനകാല ചരിത്രത്തെ ക്യാൻവാസിൽ ചിത്രീകരിച്ചും കബീറിന്റെ ദർശനത്തെയും ചരിത്രത്തെയും അടയാളപ്പെടുത്തിയും കഹേ കബീർ കോഴിക്കോട് ടാഗോർ തിയേറ്ററിൽ അരങ്ങേറി. ഹരിനാരായണന്റെ നേതൃത്വത്തിൽ അരങ്ങേറിയ സംഗീതശില്പം സംഗീതാസ്വാദകർക്ക് വ്യത്യസ്ത അനുഭവമൊരുക്കി. ചിത്രമെഴുത്തും ചർച്ചയും നാടകാവതരണവും സംഗീതശില്പവുമായി കബീർ എന്ന ഋഷിതുല്യനായ കവിയുടെ ജീവിതത്തിലേക്ക് ഒരു മടങ്ങിപ്പോക്കിനാണ് ടാഗോർ സെൻട്രൽ ഹാൾ വെള്ളിയാഴ്ച സാക്ഷിയായത്. 15ാം നൂറ്റാണ്ടിലെ വാരാണസിയിലെ നെയ്ത്തുകാരിൽ നിന്ന് ലോകമാദരിക്കുന്ന ആത്മീയ കവിയായി മാറിയ കബീറിന്റെ ജീവിതത്തിലൂടെയും കവിതകളിലൂടെയുമുള്ള സഞ്ചാരം കഹേ കബീറിന് വേദിയൊരുക്കിയത് കലാകാരന്മാരുടെയും എഴുത്തുകാരുടെയും സംഗീതകാരന്മാരുടെയും കൂട്ടായ്മയായ ട്രാവലിംഗ് ആർട്ടിസ്റ്റ് കളക്റ്റീവാണ്.
പ്രസിദ്ധ മൃദംഗ കലാകാരൻ ഹരിനാരായണന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച സംഗീത ശില്പം പരിപാടിക്ക് ഹൃദ്യഭാവം പകർന്നു. അഹമ്മദ് ഇബ്രാഹിമിന്റെ സിത്താറും സജി ജോൺ മിൽട്ടന്റെ വയലിനും നസീർ അഹമ്മദ് ഫിറോസ് എന്നിവരുടെ തബലയും ശശി പൂക്കാടിന്റെ ബാംസുരിയും അമീർ ഷായുടെ ഹാർമോണിയവും അകമ്പടിയായി. രാവിലെ നടന്ന ചിത്രാവിഷ്കാരത്തിൽ കെ പ്രഭാകരൻ, പ്രദീപ് ചെറിയൻ, കവിത മുഖോപാധ്യായ, സുനിൽ അശോകപുരം, ശാന്ത, സുധീഷി, സുധാകരൻ, കെ പി പ്രഭാത് എന്നിവർ തത്സമയ ചിത്രരചന നടത്തിയിരുന്നു. ഉച്ചയ്ക്ക് നടന്ന ചർച്ചയിൽ ടി വി മധു, കെ എം അനിൽ, ഗഫൂർ അറക്കൽ, സോണിയ തുടങ്ങിയവർ പങ്കെടുത്തു. കബീറിന്റെ ദോഹകളെ മുൻനിർത്തി രാമചന്ദ്രൻ മൊഗേരി, അനിൽ ദയാനന്ദ് എന്നിവർ രചിച്ച നാടകങ്ങളും അരങ്ങേറിയിരുന്നു. ജൂൺ 24 UGC മാനവിക വിഷയങ്ങളിൽ നടത്തിയ നെറ്റ് പരീക്ഷയിലെ ഫലപ്രഖ്യാപനത്തിലെ അപാകതയ്ക്കെതിരെ നിയമപോരാട്ടം തുടരുമെന്ന് അഗ്രീവ്ഡ് കാൻഡിഡേറ്റ്സ് ഫോറം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇക്കാര്യത്തിൽ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടെടുത്ത കേന്ദ്രമന്ത്രിമാർക്കെതിരെ പ്രചരണം നടത്തുമെന്നും ഇവർക്കെതിരെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും അവർ വ്യക്തമാക്കി. വിദ്യാർത്ഥികൾക്ക് അനുഭാവപൂർണമായ ഒരു നിലപാടുകളും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറെ പ്രതിഷേധാർഹമാണ്. അതുകൊണ്ട് തന്നെ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവർ സ്ഥാനാർത്ഥികളായി വരികയാണെങ്കിൽ അഗ്രീവ്ഡ് കാൻഡിഡേറ്റ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ബിരുദാനന്തര ബിരുദധാരികളായ വിദ്യാർത്ഥികൾ സ്ഥാനാർത്ഥിത്വവുമായി രംഗത്ത് വരുന്നത് ഉൾപ്പെടെയുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 10,000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ, അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ രക്ഷാകർത്താക്കൾ, കുടുംബാംഗങ്ങൾ, അങ്ങനെ വരുന്ന എല്ലാവരെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഫേസ്ബുക്ക് പോലുള്ള, ട്വിറ്റർ പോലുള്ള സോഷ്യൽ നെറ്റ്വർക്കിങ്ങും അതോടൊപ്പം തന്നെ ബ്ലോഗ് പോലുള്ള ഇലക്ട്രോണിക് മീഡിയ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവർക്കെതിരെ ശക്തമായ പ്രചരണം നടത്താനും വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പാഠ്യേതര വിഷയങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന കൊയിലാണ്ടി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഇനി ഫുട്ബോൾ ടീമും സ്വന്തം. പെൺകുട്ടികൾക്കായി ഒരു ഫുട്ബോൾ ടീമെന്ന സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത്. കോച്ച് പ്രിയങ്ക കണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. കൊയിലാണ്ടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു ഒരു വനിതാ ഫുട്ബോൾ ടീം. കൊയിലാണ്ടി നഗരസഭ കായിക പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായാണ് ഫുട്ബോൾ ടീം സജ്ജമാക്കിയത്. കോച്ച് പ്രിയ കണ്ണൂർ ഫുട്ബോൾ സെലക്ഷൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ സ്കൂളിലെ കുട്ടികൾ കേരളത്തിന് വേണ്ടി കളിക്കണം, അത് കഴിഞ്ഞ് ഇന്ത്യക്ക് വേണ്ടി കളിക്കണം. അങ്ങനെ കളിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടാവണം. അതിനു വേണ്ടത് ആത്മാർത്ഥമായ പ്രകടനം, ആത്മാർത്ഥത, ആത്മസമർപ്പണം. പ്രിൻസിപ്പൽ PV ബാബരാജ്, കായിക അധ്യാപിക നിർമ്മല ടീച്ചർ, ശശി പാലിക്കൽ, മുൻ PT അധ്യാപകൻ ജ്യോതി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കായികക്ഷമതയുള്ള കുട്ടികളെ കണ്ടെത്തി ഫുട്ബോൾ കളിയിൽ പരിശീലനം നൽകുകയാണ് പ്രധാന ലക്ഷ്യം. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. Stars collection. Youthilarium best. Youthful surprises. Shades and style, latest type fashion, lowest price attraction. Kalyan Silks. Stars collection. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ പുതിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. വലിയ വിസ്മയങ്ങൾക്ക് ഇനി ചെറിയ വില. സ്റ്റാർസ് കളക്ഷൻസ്. വാർത്തകൾ തുടരുന്നു. കൊയിലാണ്ടി അയ്യപ്പ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സേവാഭാരതിയുടെ സഹകരണത്തോടെ നടത്തിവന്ന ശബരിമല വിശ്രമ സൗകര്യമൊരുക്കൽ സമാപിച്ചു. കൊയിലാണ്ടി കൊല്ലം പിഷാരികാവ് ചിറയ്ക്ക് സമീപം 66 ദിവസമായി നടന്ന പരിപാടിയുടെ സമാപന സമ്മേളനം ഗവൺമെന്റ് പ്ലീഡർ രഞ്ജിത്ത് ശ്രീധർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 3 വർഷമായി കൊയിലാണ്ടി സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ ശബരിമല തീർത്ഥാടകർക്കായി ഭക്ഷണ താമസ വിശ്രമ സൗകര്യമൊരുക്കുന്നുണ്ട്. മരുന്നടക്കമുള്ള ശുശ്രൂഷ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. മണ്ഡലകാല ആരംഭം മുതൽ 66 ദിവസം 24 മണിക്കൂറും സേവനം നൽകിയിരുന്നു. പിഷാരികാവ് കൊല്ലം ചിറയുടെ സമീപമാണ് കർണാടക
മഹാരാഷ്ട്ര, കേരളം ഉൾപ്പെടെയുള്ള ഭക്തർക്കായി സൗകര്യമൊരുക്കിയത്. പരിപാടിയുടെ സമാപന സമ്മേളനം ഗവൺമെന്റ് ലീഡർ രഞ്ജിത്ത് ശ്രീധർ ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി രക്ഷാധികാരി വി സത്യൻ അധ്യക്ഷനായിരുന്നു. RSS പ്രാന്ത കാര്യവാഹ് ഗോപാലൻകുട്ടി മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. RG ഗ്രൂപ്പ് ചെയർമാൻ RG രമേശ് മുഖ്യാതിഥിയായിരുന്നു. ഇളയടത്ത് വേണുഗോപാൽ, ഉണ്ണികൃഷ്ണൻ നായർ, ശശി കമ്മിട്ടേരി എന്നിവർ സംസാരിച്ചു. 1 ലക്ഷത്തിലധികം അയ്യപ്പ ഭക്തർക്ക് ഇതിന്റെ ഗുണഫലം ലഭിച്ചിരുന്നു. റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി റെഡ് FM കോഴിക്കോട് സ്റ്റേഷനും ബേബി മെമ്മോറിയൽ ആശുപത്രിയും ചേർന്ന് നടത്തിയ SMS കോൺടെസ്റ്റിലെ വിജയികൾക്ക് ഹെൽമറ്റ് സമ്മാനമായി നൽകി. കോഴിക്കോട് RTO രാജീവ് പുത്തലത്ത് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. ശ്രോതാക്കൾക്ക് ശ്രവ്യാനുഭവം നൽകുന്നതോടൊപ്പം ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവരിൽ ഹെൽമറ്റിന്റെ ഉപയോഗത്തെക്കുറിച്ച് കൂടുതൽ അവബോധം നൽകുന്നതിനു വേണ്ടി റെഡ് FM കോഴിക്കോട് സ്റ്റേഷനും ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലും ചേർന്ന് നടത്തിയ SMS കോൺടെസ്റ്റിലെ വിജയികൾക്ക് ഹെൽമറ്റ് സമ്മാനമായി നൽകി. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കോഴിക്കോട് RTO രാജീവ് പുത്തലത്ത് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വാഹനങ്ങളിലൊക്കെ ദിനംപ്രതി എഞ്ചിനീയറിംഗ് വിഭാഗം വളരെയധികം വികസിച്ചു. പക്ഷേ റോഡിൽ അത്രമാത്രം വികസനം ഉണ്ടായിട്ടില്ല. റോഡ് വികസനം ഇപ്പോഴും നമ്മുടെ വലിയൊരു പ്രശ്നമാണ്. കാരണം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ അലക്സാണ്ടർ, ബേബി മെമ്മോറിയൽ എമർജൻസി കെയർ യൂണിറ്റ് ഹെഡ് ഡോക്ടർ ഫാബിത്ത്, റെഡ് FM ക്ലസ്റ്റർ ഹെഡ് സുരേഷ് കുട്ടിനത്ത് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കാലിക്കറ്റ് പ്രസ് ക്ലബ് കുടുംബമേളയോടനുബന്ധിച്ച് നടത്തിയ നീന്തൽ മത്സരങ്ങളിൽ ജില്ലാ വാർത്തകൾ ലേഖകൻ NP ഷക്കീർ ചാമ്പ്യനായി. ഇരുവിഭാഗങ്ങളിലും മലയാള മനോരമയിലെ PK ഹരീഷ് 2ാം സ്ഥാനത്തെത്തി. ചന്ദ്രിക ഫോട്ടോഗ്രാഫർ തൻസീർ ഫ്രീസ്റ്റൈലിൽ 2ാം സ്ഥാനം പങ്കിട്ടു. കുട്ടികളുടെ വിഭാഗത്തിൽ M അമർത്യ, ഋഷികേശ് എന്നിവരും ജേതാക്കളായി. ഉത്സവ വാർത്തകളിലേക്ക്. ബേപ്പൂർ കുനിയിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് തുടക്കമായി. 3 ദിവസങ്ങളിലായാണ് മഹോത്സവം നടക്കുന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ആഘോഷവരവിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഉത്സവത്തിന്റെ ഭാഗമായി വെള്ളാട്ട്, തിറ, താലപ്പൊലി, കലശം വരവ്, വെള്ളരിവെപ്പ് എന്നിവയും നടക്കും. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. സനാതന ധർമ്മ പരിഷത്തിന്റെ ഈ വർഷത്തെ പരിപാടികൾക്ക് ജനുവരി 19 ഞായറാഴ്ച തുടക്കം കുറിക്കും. മുതലക്കുളം മൈതാനിയിൽ വൈകിട്ട് 6 ശിവഗിരി മഠം അധിപൻ പൂജനീയ ശ്രീമദ് പ്രകാശാനന്ദ സ്വാമികൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ഉദ്ഘാടന സമ്മേളനത്തിൽ സനാതന ധർമ്മ പരിഷത്ത് ചെയർമാൻ സ്വാമി ചിദാനന്ദപുരി ആമുഖ പ്രഭാഷണം നടത്തും. 20 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിൽ തൊണ്ടയാട് ചിന്മയാഞ്ജലി ഓഡിറ്റോറിയത്തിൽ സെമിനാറുകളും നടക്കും. മാനവികതയുടെ പ്രവാചകന്റെ 1488ാം തിരുപ്പിറവി നഗരത്തിൽ മിലാദ് മിലൻ 2014 എന്ന ശീർഷകത്തിൽ സിറ്റി മർക്കസ് ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ആഘോഷിച്ചു. മർക്കസ് കോംപ്ലക്സ് ഓഡിറ്റോറിയത്തിൽ സെമിനാർ, ബുർദ മജ്ലിസ്, പ്രകീർത്തന പ്രഭാഷണം, കലാപ്രതിഭകളുടെ സർഗമേള എന്നിവയുമുണ്ടായിരുന്നു. ഡോക്ടർ രജിത് കുമാർ, സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി, ഫാദർ ആന്റണി, അജയ് B മങ്ങാട്, N അലി അബ്ദുള്ള, ഹാഫിൽ സ്വാദിഖലി ഫാളിലി ഗൂഡല്ലൂർ, ചേറൂർ അബ്ദുള്ള മുസ്ലിയാർ എന്നിവർ സംബന്ധിച്ചു. കേരളത്തിലെ ആധാരമെഴുത്തുകാരുടെ ഏക സംഘടനയായ ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ 19ാം സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 22, 23, 24 തീയതികളിൽ കണ്ണൂരിൽ വെച്ച് നടക്കും. അതിന്റെ മുന്നോടിയായുള്ള കോഴിക്കോട് ജില്ലാ സമ്മേളനം ജനുവരി 19, 20 തീയതികളിൽ കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തും. സമ്മേളനം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. മേയർ AK പ്രേമജം മുഖ്യപ്രഭാഷണം നടത്തും. CCOവിന്റെ സംസ്ഥാന ഘടകം ജനുവരി 20, 21, 22 തീയതികളിൽ നിർമ്മാണ മേഖലയിൽ പണിമുടക്കാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു. ഇതിന്റെ ഭാഗമായി ജില്ലാ ആസ്ഥാനങ്ങളിൽ ധർണാ സമരം നടത്തും. കോഴിക്കോട് ജില്ലയിൽ ജനുവരി 20 തീയതി കളക്ടറേറ്റിന് മുമ്പിലാണ് ധർണാ സമരം നടത്തുന്നത്. നിർമ്മാണ മേഖലയിൽ CCO ജനുവരി 20, 21, 22 തീയതികളിൽ തീരുമാനിച്ച നിർമ്മാണ ബന്ദിൽ കേരള ബോർവെൽ ഡ്രില്ലിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
മാലിന്യ സംസ്കരണ പദ്ധതികളെ ജനം സംശയത്തോടെ വീക്ഷിക്കുന്നുവെന്ന് പഞ്ചായത്ത് സാമൂഹ്യനീതി മന്ത്രി MK മുനീർ. ഇതുകാരണം പരീക്ഷണങ്ങൾ പോലും സാധ്യമാകുന്നില്ലെന്നും മന്ത്രി. ഖനന മേഖലകളിൽ ചെറുകിടക്കാരെ തുരത്തി വൻ ഖനന ലോബിയെ സംരക്ഷിക്കാനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നതെന്ന് മലബാർ മേഖല ചെറുകിട കരിങ്കൽ ക്വാറി ക്രഷർ കോർഡിനേഷൻ കമ്മിറ്റി. വികസന നേട്ടങ്ങൾ വിശദീകരിച്ച് കോഴിക്കോട് മണ്ഡലത്തിൽ MK രാഘവൻ MPയുടെ വികസന സന്ദേശയാത്ര. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.